ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാപ്പ സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. സോ എല്ലാവരും ചെക്ക് ചെയ്ത് കാണും. ഇല്ല കുറേ പേർക്കൊക്കെ മിക്കുള്ളവർക്ക് ഹയർ ഓപ്ഷൻസ് ഒക്കെ കിട്ടിക്കാണും. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു. ദെൻ ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ദെൻ തേർഡ് അലോട്ട്മെൻറ്റിനെ കുറിച്ചൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ പറയുന്നതാണ്. സോ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ 31 തൊട്ട് 4 വരെയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ്. സോ കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട് അഡ്മിഷൻ മാൻഡറ്ററി ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് ഡെഫിനറ്റ്ലി നഷ്ടമാകും. സോ 31 തൊട്ട് 4 ഒരു ദിവസം നിങ്ങൾക്കായിട്ടൊരു പ്രോപ്പർ ടൈമും ഡേറ്റും കാണും. സോ ആ ടൈമിന് പോയി ഏത് കോളേജിലാണോ കിട്ടിയത്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ വേണ്ടത്, ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം TCയും CCയും ഒറിജിനൽ തന്നെ വേണം. ബാക്കിയെല്ലാം കോപ്പീസ് ആയാലും മതി. സോ എല്ലാം കൊണ്ട് നിങ്ങളെ കോളേജിൽ നേരിട്ട് പോയി, ഓൺലൈനല്ല ഓഫ്ലൈനായിട്ട് നേരിട്ട് പോയി ബാക്കി എത്ര എമൗണ്ടാണോ ഉള്ളത് ആ എമൗണ്ടും അടച്ച് അഡ്മിഷൻ എടുത്താൽ മാത്രമേ നിങ്ങളെ സീറ്റ് സെക്യൂർ ആവത്തുള്ളൂ. ദെൻ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടിയത് ആ കോളേജിനൊരു കോളേജ് വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് വേണോ എല്ലാ ഡീറ്റെയിൽസും ആ വെബ്സൈറ്റ് തന്നെ കാണുന്നതാണ്. സോ മസ്റ്റായിട്ട് എല്ലാവരും കോളേജ് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ഫീസുണ്ട്, എന്തിനൊക്കെയാണ് PTA ഫണ്ട് എത്ര, ഓരോ സെപ്പറേറ്റ് ഫീസ്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എല്ലാം നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടിയത് ആ കോളേജ് സൈറ്റിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കുറേ പേരൊക്കെ കോളേജ് സൈറ്റ് വിസിറ്റ് ചെയ്യാതെ ആയിരിക്കും അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടും അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കൊണ്ടായിരിക്കും അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്. സോ അങ്ങനെയല്ല, നിങ്ങൾ കോളേജ് സൈറ്റ് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്തിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഓരോ കോളേജസും റൂൾസ് വേറെ വേറെയാണ്. ഡോക്യുമെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ CETയിലാണെങ്കിൽ അഡ്മിറ്റ് കാർഡൊന്നും വേണ്ട. പക്ഷേ TKMലാണെങ്കിൽ നിങ്ങൾ കീം എഴുതിയപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വേണം, അങ്ങനെയൊക്കെ വേണം. സോ അഡ്മിറ്റ് കാർഡൊക്കെ കയ്യിലില്ലാത്തവർ നോക്കുക, നിങ്ങളുടെ നേരത്തേക്ക് ഡൗൺലോഡ് വെച്ചതൊക്കെ ഉണ്ടാകും നോക്കുക, അല്ലെങ്കിൽ CEക്ക് മെയിൽ അയക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. സോ എല്ലാവരും മസ്റ്റായിട്ട് കോളേജ് സൈറ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഫീസ് ഡീറ്റെയിൽസ്, പിന്നെ എത്ര രൂപ നിങ്ങൾ ടോട്ടൽ അടയ്ക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ അവൈലബിൾ ആയിട്ടുണ്ടാകും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഡൗൺലോഡ് ചെയ്തതല്ല, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഡൗൺലോഡ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൻ്റെ ബേസിസിലുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ ആണ്. ദെൻ ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയ കോളേജ് വേറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കാണും. സോ അത് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾ ഇനി എത്ര പേ ചെയ്യണം, എത്ര പേ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസ് കാണും. സോ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ തന്നെ ഒരു 15,000 അണ്ടറിൽ വരുന്നുണ്ട്. സോ IHRD ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഒക്കെ ഒരു 30-35,000 എന്തായാലും ഒരു 40,000 രൂപയ്ക്കൊക്കെ ബിലോ ഫീസ് ആവുന്നുണ്ട് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ അടയ്ക്കേണ്ടത്. സോ അതെല്ലാവരും ചെക്ക് ചെയ്യുക. പിന്നെ ഒരുപാട് കോളേജസിൽ നല്ല നല്ല പ്രൈവറ്റ് സ്കോളർഷിപ്പുകളും ഒക്കെ നൽകുന്നുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ കോളേജ് വെബ്സൈറ്റിൽ കയറിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. സോ അതൊക്കെ നിങ്ങൾ മിസ്സാവാതിരിക്കുക. എല്ലാവരും കോളേജ് വെബ്സൈറ്റ് കയറി നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. പിന്നെ അടുത്ത കാര്യമെന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് കാണും. നിങ്ങളിപ്പോൾ എൻ്റെ അടുത്തായാലും വേറെ ആരുടെ അടുത്തൊക്കെ ആയാലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് തന്നെ പറയുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പല കോളേജിലും പല റൂൾസാണ്. സോ എല്ലാ കോളേജിൻ്റെയും കാര്യങ്ങൾ അറിയണമെന്നില്ല. സോ നിങ്ങൾക്ക് ഏതാണോ കോളേജിൽ കിട്ടിയത് അതാത് കോളേജിൻ്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പറുകൾ കാണും അടിയിൽ. സോ കോളേജിനെ കോൺടാക്റ്റ് ചെയ്യുക. കോളേജിലെ ആൾക്കാർ നിങ്ങൾക്ക് പലരും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരാവശ്യമില്ല. നമ്പർ തന്നേക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയാണ്. സോ എല്ലാവരും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് മാത്രം ഫർദർ പ്രൊസീജിയേഴ്സിലോട്ട് പോവുക. സോ നിങ്ങളുടെ കോളേജ് വെബ്സൈറ്റിൽ പോകുമ്പോൾ ഹെൽപ്പ് ഡെസ്ക് നമ്പരൊക്കെ കാണും. സോ അവിടെ കോളേജിനെ വിളിച്ച് എല്ലാവർക്കും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ദെൻ തേർഡ് അലോട്ട്മെൻറ്റിനെ കുറിച്ചൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് ഇപ്പോൾ 2023 വരെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെയായിരുന്നു അലോട്ട്മെൻറ്റ് പോയിക്കൊണ്ടിരുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. ദെൻ ലാസ്റ്റ് ഇയർ എന്ന് വെച്ചാൽ ഫസ്റ്റ്, സെക്കൻഡ് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ പോലെ ആയിരുന്നു, സീറ്റ് ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് എന്നും പറഞ്ഞ്. സോ അലോട്ട്മെൻറ്റിൽ നേരത്തെ കൊടുക്കാത്തവർക്കും കൊടുത്തവർക്കും ദെൻ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ ഈ 2025 വരുമ്പോൾ അതെങ്ങനെയാണെന്ന് ഇതുവരെ ഒരു കൺഫർമേഷൻ ഇല്ലായിരുന്നു. സോ ഇപ്പോൾ ചെറിയ അപ്ഡേറ്റൊക്കെ വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ തേർഡ് അലോട്ട്മെൻറ്റ് പുതിയ രജിസ്ട്രേഷൻ ആയിരിക്കും.
സോ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇനി ഹയർ ഓപ്ഷൻസ് വേണോ, സോ ആ കോളേജ് സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് തേർഡ് അലോട്ട്മെൻറ്റിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. തേർഡ് അലോട്ട്മെൻറ്റ് പുതിയ രജിസ്ട്രേഷൻ ആണെന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ആ രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് ചെയ്യാമോ, അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഇനി പുതിയതായിട്ട് ചെയ്യാമോ, അതോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ക്യാൻസലാക്കിയവർക്ക് ചെയ്യാമോ, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. സോ എല്ലാവരും ഒരു സേഫ്റ്റിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തന്നെ എടുത്ത് വയ്ക്കുക. ചിലപ്പോൾ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയ രജിസ്ട്രേഷൻ ആണെന്ന് കേൾക്കുന്നത് കൊണ്ട് സോ ഇവൻ കുറേ ആൾക്കാർ സെക്കൻഡിൽ ഇഷ്ടപ്പെടാത്ത കോളേജാണ് കിട്ടിയെങ്കിൽ അതെടുക്കാതെ തേർഡ് നോക്കാം, അങ്ങനെ ഒരു ഇതിലൊക്കെ പറഞ്ഞ് തേർഡ് എടുക്കാൻ നിൽക്കുന്നുണ്ടാവും. സോ അവർ കേൾക്കാനാണ് പറയുന്നത്. സോ തേർഡ് ഒട്ടും കൺഫേം കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. സോ അവർ ചിലപ്പോൾ റൂൾ വയ്ക്കാം, അലോട്ട്മെൻറ്റ് ക്യാൻസലായവർക്ക് തേർഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന വന്ന റൂൾ വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദെൻ സ്പോട്ട് മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ. അതുമല്ല എല്ലാ കോളേജിലും തേർഡ് അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുമില്ല. ഈവൻ ഏതൊക്കെ സെക്കൻഡ് കഴിയുമ്പോൾ ഏതൊക്കെ കോളേജിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത് ആ കോളേജസിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം വെച്ചാൽ ഇപ്പോൾ ഈവൻ നിങ്ങൾക്ക് അതിനെക്കാട്ടിയും ബെറ്റർ കോളേജ് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഓപ്റ്റ് ചെയ്യാതിരുന്നാൽ ഈവൻ നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ച ആ കോളേജിൽ സീറ്റ് വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദെൻ പിന്നെ സ്പോട്ടിലൊക്കെ നോക്കാനേ പറ്റുള്ളൂ. സോ ഒരു സേഫ്റ്റിക്ക് എല്ലാവരും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഏത് കോളേജാണോ കിട്ടിയത് അവിടെ പോയി അഡ്മിഷൻ എടുക്കുക. പിന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇതിൽ കൂടെ ഹയർ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ദെൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പിന്നെ ഒന്നുകൂടെ ഏത് കോളേജാണോ കിട്ടിയത് ആ കോളേജിൽ വന്ന് സീറ്റ് ക്യാൻസൽ ചെയ്ത് കൊടുത്ത TC ആയാലും CC ആയാലും എല്ലാം റിട്ടേൺ മേടിച്ച് നിങ്ങൾ എത്ര ഫീസാണോ അടച്ചത് ആ ഫീസും തിരികെ മേടിച്ച് പിന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. സോ ഇങ്ങനെയാണ് അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് വരുന്നത്. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളെല്ലാ ഡോക്യുമെൻറ്റ്സും ഇപ്പോൾ TC ഒക്കെ ഒറിജിനലായിരിക്കും അവിടെ കൊടുക്കുന്നത്. സോ ചില കോളേജസിൽ 2 കോപ്പി വെച്ചൊക്കെ കൊടുക്കണം, ചില കോളേജസിൽ 3 കോപ്പിയൊക്കെ വെച്ച് കൊടുക്കണം. അതനുസരിച്ച് നിങ്ങൾ എത്ര കോപ്പിയാണോ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഒരു 2-3 കോപ്പിയെങ്കിലും എക്സ്ട്രാ എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ സ്പോട്ടിനൊക്കെ പോയാൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് അത്യാവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈവൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ കോപ്പി ഇല്ലെങ്കിൽ അതിന് അടുത്തൊരിതാവും. ഈവൻ ഒറിജിനൽ വേറെ കോളേജിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. സോ എല്ലാത്തിൻ്റെയും കോപ്പീസ് എക്സ്ട്രാ ഒരു 2-3 എടുത്ത് കയ്യിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയ്ക്കുള്ള. ഇനി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് കമൻറ്റ് ഇടുക. എന്നെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഏത് കോളേജാണോ കിട്ടിയത് ആ കോളേജിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അവിടെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും കൂടുതൽ റീച്ച് ആവട്ടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.